അങ്ങനെ ടോയ് എന്ന നായ്ക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. കളമശ്ശേരി കുസാറ്റ് സിഗ്നലിന് സമീപം ഭാരത് പെറ്റ് വേൾഡിൽ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ കൂളിംഗ് ഗ്ലാസും കിരീടവും ധരിച്ച് 12ാം പിറന്നാൾ ആഘോഷിച്ചു. 8 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഇണ എമിയും പേരക്കുട്ടികളായ ബയോയ്, ബ്രൂസ് എന്നിവരും എത്തിയതോടെ പെരുന്നാൾ ദിനം കളറാക്കി. ഇന്ന് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രോയ്ക്കുട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇവനിന്ന് ഞങ്ങളുടെ ഒരു 5 മാസം ഉള്ളപ്പോ പപ്പി ആയിട്ട് എടുത്തതാണ്. ഇപ്പൊ ഇന്ന് വന്നിട്ട് 12 വയസ്സ് തികയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള പിറവിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് കേരള പിറവി ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആയിട്ട് ഇപ്പൊ ഇവന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പപ്പീനെ ഫസ്റ്റ് പ്രൈസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ 1000 രൂപ വെച്ചിട്ട് നമ്മൾ നറുക്കെടുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ആരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ അതിലെല്ലാം നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ ഇവന്റെ തന്നെ ബ്രീഡിലുള്ള, ഇവന്റെ കുട്ടിയല്ല, ഇവന്റെ തന്നെ ജെൻസിലുള്ള ഷിറ്റ്സു ബ്രീഡിൽ വരുന്ന ഒരു പപ്പീനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോ തന്നെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നറുക്കെടുപ്പ് എടുക്കും. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ ഒരു 1000 രൂപയുടെ ഫുഡും അതേപോലെ തന്നെ ട്രീറ്റ്സും ഫ്രീ കൊടുക്കുന്നുണ്ട്. കൂടാതെ തേർഡ് പ്രൈസ് വന്നു കഴിഞ്ഞിട്ട് ഒരു 750 രൂപയുടെ ഫുഡ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ പപ്പി ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. ഇന്നത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ മാത്രമല്ല, ഇവനെ ഞാൻ ആദ്യമായിട്ട് 2014 ഞങ്ങൾ ഇവനെ എടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഇവന്റെ കൂടെ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു, ഇവന്റെ ഭാര്യ എന്ന് പറയാം. കാരണം ആദ്യമായിട്ട് ബ്രീഡ് ചെയ്തത് ആ ഒരു ഡോഗിലാണ്. അപ്പൊ ആ ഒരു ഡോഗും ഇവിടെ ഉണ്ട്. അതിനിപ്പോ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും. അതുപോലെ തന്നെ അവന്റെ കുട്ടിയുടെ കുട്ടി, അതായത് ഒരു 3 ജനറേഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇന്നത്തെ ബർത്ത്ഡേക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇവന്റെ ബർത്ത്ഡേ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കേക്ക് അല്ല, സ്പെഷ്യലൈസ് ചെയ്ത് പെറ്റ്സിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പൊ അത് നോർമൽ കേക്ക് നമുക്ക് പെറ്റ്സിന് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ള കേക്കാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാരും നമുക്കിതൊരു പുതുമയുള്ള ഒരു കാര്യമാണല്ലോ. പെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വീട്ടില് കുട്ടികളൊക്കെ ഉള്ളപ്പോ എല്ലാവരും നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നുണ്ടാവില്ല. ഇനി ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പെറ്റ്സിന് ബർത്ത്ഡേ നടത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേക്ക് ആരാണോ ക്രിയേറ്റ് ചെയ്തതെന്ന് അവരുടെ ഡീറ്റെയിൽ മുഴുവൻ അയച്ചുതരാം. അപ്പൊ ഇന്ന് നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം. പിടിച്ചോട്ടുണ്ട് പിടിക്കേ. അപ്പൊ ഇന്ന് എൻ്റെ മകനും അനിയന്റെ കുട്ടിയുമാണ്. അപ്പൊ അവരിന്ന് എന്തായാലും കേക്ക് കട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാരും മുറിച്ചോ? ഓക്കേ, നോർമൽ കേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഡോഗ് ഫ്രണ്ട്ലി അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു കേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവൻ മാത്രമല്ല, ഇപ്പൊ അവന്റെ കുട്ടികളും അതേപോലെ തന്നെ വേറെ ഡോഗ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ട്രോയ്, ഇനിയിപ്പോ ട്രോയുടെ വൈഫിന് നമുക്ക് കൊടുക്കാം. ഓയ്, എല്ലാരും നിൽക്കുന്നോണ്ട് ആൾക്ക് നാണായി തോന്നുന്നു. Come on, ba. കഴിച്ചോളൂ. കണ്ണടച്ചിട്ട് ഒരെണ്ണം എടുത്തേ. എടുക്കൂ, എടുക്ക്. കണ്ണടച്ചിട്ട് ഒരെണ്ണം എടുക്ക്. ആ, ഒരെണ്ണം കണ്ണടച്ചിട്ട് എടുത്തേ. ആ, മോളൊരെണ്ണം എടുത്തേ കണ്ണടച്ചിട്ട്. ആ, അല്ല ആദ്യം എടുത്ത ഏതാണ്? ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നിബിനാണ്. ആള് ഇന്നലെ ഇവിടുന്ന് ഇഗ്വാന വന്നു കഴിഞ്ഞിട്ട് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ. നിബിനോടെ ഉണ്ടോ? നിബിനോടെ എത്തിയിട്ടില്ല, എന്തായാലും ഇപ്പൊ തന്നെ വരും. സെക്കൻഡ് പ്രൈസ് എന്താണ് നോക്കട്ടെ? നിഷാന്ത് PS. നിഷാന്ത് PS ആണ് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. നിഷാന്ത് ഇവിടെ ഉണ്ടോ? എവിടെ? വാവ്, സൂപ്പർ. ഓക്കെ, കൺഗ്രാചുലേഷൻ. അപ്പൊ ഇനി തേർഡ് വന്നു കഴിഞ്ഞിട്ട് റോയ് തോമസോ? റോൺ തോമസ്.
റോൺ തോമസ് ആണ് തേർഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന ആൾക്ക് ഒരു ഷിറ്റ്സുവിന്റെ പപ്പി, സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്ന ആൾക്ക് ഒരു 1000 റുപ്പീസിന്റെ ഫുഡ്, തേർഡ് പ്രൈസ് അടിച്ചിരിക്കുന്ന ആൾക്ക് ഒരു 750 ഫുഡ്. അപ്പൊ ഇത് മൂന്നും നമ്മളിപ്പോ ഇവിടെ കൊടുക്കാണ്. ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ദിവസം ആൾക്ക് പപ്പി കൊടുത്തതിന്റെ ഫോട്ടോ കാണാം. അപ്പൊ ഇനി സെക്കൻഡ് പ്രൈസിന്റെ ആൾ ഇവിടെ തന്നെ ഉണ്ട്, അപ്പൊ ആൾക്ക് ലൈവ് കൊടുക്കാം. സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടുള്ള ആൾക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മള് ഗിഫ്റ്റ് കൊടുത്തു. ട്രോയിയുടെ വക സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. നറുക്കെടുപ്പിലൂടെ 1ാം സ്ഥാനത്തെത്തുന്ന ആൾക്ക് തന്റെ തന്നെ ഇനത്തിൽപ്പെട്ട നായക്കുട്ടിയെ സമ്മാനമായി നൽകി. 2ഉം 3ഉം സ്ഥാനക്കാർക്ക് യഥാക്രമം വളർത്തുമൃഗങ്ങൾക്കുള്ള 1000 രൂപ മുതൽ 750 രൂപ വിലയുള്ള ഭക്ഷ്യക്കിറ്റും സമ്മാനിച്ചു. 2013 നവംബർ 1 ബാംഗ്ലൂരിലാണ് ഷേസു എന്ന ഇനത്തിൽപ്പെട്ട ട്രോയ് ജനിച്ചത്. 5 മാസത്തിനു ശേഷമാണ് ഭാരതി പെറ്റ് വേൾഡ് ഉടമ കണ്ണന് ട്രോയിയെ ലഭിക്കുന്നത്.